പെട്ടെന്ന് ഹോൺ അടിച്ചപ്പോൾ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന കുടം അങ്ങോട്ട് തെറിച്ചു പോയി. ചേച്ചിയൊക്കെ പേടിച്ച്. എന്നിട്ട് ഇവന്റെ അടുത്ത് ചാടി കയറി. നീ മനുഷ്യനെ കൊല്ലാൻ നോക്കണടാന്ന്. അവനൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു ചോദ്യം. അപ്പൊ ഇവൻ ചേച്ചിനോട് ചോദിച്ചു, എന്ത് ചേച്ചി ഞാൻ ചെയ്തത്? ഞാനൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ സംസാരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് 1-2 പേര് ഇങ്ങനെ എന്താന്ന് വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് വരണ കണ്ടപ്പോൾ ഈ പയ്യൻ ചേച്ചി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാര്യം ഓൾറെഡി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി. ചേച്ചി അപ്പം എൻ്റെ നേരക്കും ചാടി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് നാദൂസ്. ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടിയിരുന്നു. പോസിറ്റീവ് റെസ്പോൺസിനോടൊപ്പം തന്നെ ചില സജഷൻസും പറഞ്ഞിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാതിരുന്നവരുണ്ട്. എന്തായാലും ആ വീഡിയോയ്ക്ക് പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും അതിന് ഫീഡ്ബാക്ക് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക്, ഇതിലെ വ്യക്തി നമ്മുടെ എല്ലാവരുടെയും കൺമുമ്പിലുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മളുടെ സൗഹൃദ വലയത്തിലോ ഇത്തരം ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയാം അയാളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. പക്ഷേ അയാളുടെ ഒരു ചെറിയ ഒരു ന്യായത്തിന്റെ പേരിൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ, നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരിക്കലും അവരത് വിട്ടുതരാനും പോകുന്നില്ല. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ ഉറച്ചു നിൽക്കുക. അത്തരം ഒരു സന്ദർഭത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഥയിൽ അല്പം കാര്യം. അന്നൊരു വൈകുന്നേരം 4 മണിയായിട്ടുണ്ടാവും. ഞാനൊരു പോക്കറ്റ് റോഡിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാറ്റൽ മഴയുള്ള ദിവസമാണ്. എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു 40-45 വയസ്സിന് അടുത്ത് പ്രായമുള്ള ഒരു ചേച്ചി ഇങ്ങനെ കുടയും ചൂടി പോകുന്നുണ്ട്. ഈ റോഡ് അടുത്തൊരു വളവിലോട്ട് എത്താനായപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഒരു ബൈക്ക്, ഒരു 20 വയസ്സിൻ്റെ അടുത്ത് പ്രായം ഉണ്ടാവും, ഡ്യൂക്ക് ബൈക്കാണ്. അപ്പോൾ അയ്യൻ വന്നിട്ട് ഹോൺ അടിച്ചു. പെട്ടെന്ന് ഹോൺ അടിച്ചപ്പോൾ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന കുടം അങ്ങോട്ട് തെറിച്ചു പോയി. ചേച്ചിയൊക്കെ പേടിച്ച്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ചാടി കയറി. നീ മനുഷ്യനെ കൊല്ലാൻ നോക്കണടാന്ന്. അവനൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു ചോദ്യം. അപ്പോൾ ഇവൻ ചേച്ചിനോട് ചോദിച്ചു, എന്ത് ചേച്ചി ഞാൻ ചെയ്തത്? ഞാനൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. വളവാണ്, നോർമലി എല്ലാവരും ഹോൺ അടിക്കും. അതുപോലെ തന്നെയല്ല ഞാനും ഹോൺ അടിച്ചത്. ഞാൻ ചേച്ചിയുടെ മേത്തേക്കൊന്നും വന്നിട്ടില്ലല്ല. ചേച്ചി അവിടെ നിൽക്കണം, ഞാൻ അവിടെ എൻ്റെ വണ്ടി നിൽക്കുന്നത്. ഒരു ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. ചേച്ചി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാര്യം ഓൾറെഡി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി. ചേച്ചി ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല പുറകിൽ അങ്ങോട്ട് ഹോൺ അടി വരും എന്നുള്ളത്. ചേച്ചി ഇങ്ങനെ തർക്കിച്ച് നിൽക്കുകയാണ്. ചേച്ചി പറയണത്, നീ എൻ്റെ അടുത്ത് വണ്ടി മുട്ടിക്കാൻ വേണ്ടി വന്നിട്ട് നീ എൻ്റെ അടുത്ത് ന്യായം പറയാണോ? ചേച്ചിയുടെ വേഷനിൽ ചേച്ചി പറയണത് ഇവൻ വണ്ടി തട്ടിക്കാൻ വന്നു, അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഒരിക്കലും വിട്ടുതരാൻ തയ്യാറല്ല, ഇവൻ സോറി പറയണം എന്നുള്ള ആ ഒരു ചേച്ചിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജിലും ചേച്ചിയുടെ സംസാരത്തിലും ഇവന്റെ ഭാഗത്താണ് തെറ്റെന്ന് വരുത്തിത്തക്ക രീതിയിലാണ് ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചേച്ചിനോട് പറയുന്നുണ്ടല്ല, ചേച്ചി നോർമലി എല്ലാവരും വളവിലെത്തുമ്പോൾ ഫോൺ അടിക്കണതാണ്. ചേച്ചി എന്തിനാണ് ഈ പയ്യൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കുന്നത്? അവനും വണ്ടി തട്ടിയിട്ടൊന്നുമില്ലല്ലോ, ഞാനും കണ്ടുകൊണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞു. ചേച്ചി അപ്പം എൻ്റെ നേരക്കും ചാടി. നീ എന്തിനാണ് വല്ലവനക്കും വേണ്ടി വക്കാലത്ത് പറയാൻ പറ്റുന്നത്? നീ ആരാണ് എന്നുള്ള രീതിയിലായി പിന്നെ ചേച്ചിയുടെ സംസാരം എൻ്റെ അടുത്ത്. അപ്പം ഞാനൊന്നും പിന്നെ മിണ്ടില്ല. മനസ്സിലായ കാര്യം, ഞാൻ അവിടെ കൂടുതൽ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകണമെന്നുള്ള എനിക്ക് മനസ്സിലായി. ഈ പയ്യനാണെന്നുണ്ടെങ്കിലും അവൻ ജെനുവിനായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ല. ചേച്ചിനെ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അവൻ. അത് മാന്യമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. ചേച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ തർക്കിക്കണത്? ആർക്കൊന്നും പറ്റിയിട്ടില്ല. ചേച്ചി ഒരു രക്ഷയില്ല. ചേച്ചി വിട്ടുകൊടുക്കാനേ തയ്യാറല്ല. ചേച്ചി അതിൽ ഉറച്ചു നിൽക്കാണ്. ചേച്ചിയുടെ വേഷനിൽ ഇത് തന്നെയാണ്. ഇവൻ വണ്ടി തട്ടാൻ വേണ്ടി വന്നു, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംസാരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് 1-2 പേര് ഇങ്ങനെ എന്താന്ന് വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് വരണ കണ്ടപ്പോൾ ഈ പയ്യൻ ഈ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചിനെ വണ്ടി തട്ടിയിട്ടില്ലല്ല? ഇല്ല. ചേച്ചി എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുണ്ടെങ്കിൽ ചേച്ചി എന്നോട് ക്ഷമിക്കുക. ഞാൻ വണ്ടി മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ല. ചേച്ചിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ പൊക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതുപോലെ നീ ഇനി വേറെ ആരെടുത്തും ചെയ്തിട്ടോ എന്നൊരു താക്കീതും കൊടുത്തിട്ടാണ് ചേച്ചി അവനോട് അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞത്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കഴിഞ്ഞ് ആ പയ്യൻ ബൈക്ക് എടുത്ത് പോയി. ഞാനും എൻ്റെ ബൈക്ക് എടുത്തിട്ട് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഞാനത് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം നേരമാണ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഞാനൊരു ഹോട്ടലിലോട്ട് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല ബ്രോ, നീ എന്തിനാണ് ആ സ്ത്രീയുടെ അടുത്ത് സോറി പറഞ്ഞത്? അപ്പോൾ പയ്യൻ എൻ്റെ അടുത്ത്, ചേട്ടനും അറിയാം, എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം സത്യത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത്. പക്ഷെ ആ ചേച്ചി വിട്ടുതരാൻ തയ്യാറല്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ ചേച്ചിയുടെ സംസാരത്തിൽ ആദ്യത്തെ രീതിയിലായിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചേട്ടനും കൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചേച്ചി വേറെ രീതിയിലാണ് സംസാരിച്ചു വരുന്നത്. ചേട്ടനായാലും കണ്ടതാണ് അവിടെ നിന്ന് 1-2 പേര് നടന്നു വരുന്നത്. ചിലപ്പോൾ ഇവർ അറിയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ ചേച്ചി പിന്നെ പറയാൻ പോണ കഥ വേറെ ആയിരിക്കും. ഞാൻ ചിലപ്പോൾ തട്ടിന്നായിരിക്കും പറയാൻ പോണത്. അത് പിന്നെ വേറെ ഞാൻ എത്ര വാദിക്കാൻ നോക്കി കഴിഞ്ഞാൽ അവരെനിക്ക് വിട്ടു തരൂല. പിന്നെ ആൾക്കാരുടെ ഇരിക്കുന്ന തെറിയും ഞാൻ കേൾക്കാൻ നിൽക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങോട്ട് തീരട്ടെ എന്ന്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പോകാനില്ല. അപ്പം ഞാനും ആലോചിച്ചു, ശരിയാണ്, പറഞ്ഞാലും കാര്യമുണ്ട്. നോർമലി ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഓർഡറായിട്ട് തർക്കിക്കാൻ നിൽക്കില്ല.
ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അവരെ തിരുത്താൻ നോക്കി കഴിഞ്ഞിട്ട് എവിടെ എത്താൻ പോകുന്നില്ല. കാര്യം അവരുടെ ഉള്ളിലെ പേടി കൊണ്ടോ അല്ലെങ്കിൽ ചമ്മിപ്പോയതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കണമായിരിക്കും ചിലപ്പോൾ. അതിനേക്കാൾ നല്ലത് ആ ഒരു സീനിൽ എത്രയും പെട്ടെന്ന് അവിടെ ഒഴിവാക്കി പോകണമാണ്. തർക്കിച്ച് നിന്ന് നമ്മളുടെ വായിലെ വെള്ളം പറ്റിച്ച് നമ്മളുടെ ഊർജ്ജം കളഞ്ഞ് നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് ആ ഒരു സീനിൽ നിന്ന് അവിടെ നിന്ന് ഒഴിവായി പോണത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയാം 100% തെറ്റ് അയാളുടെ ഭാഗത്താണെന്നുള്ളത്. എന്നിരുന്നാൽ കൂടെ 1% പോലും വിട്ടുതരാൻ തയ്യാറല്ലാതെ താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അത്തരക്കാരെ ഒരു കാരണവശാലും തിരുത്താനായിട്ട് പോകരുത്. എവിടെ എത്താൻ പോകണില്ല. അതിനേക്കാൾ നല്ലത് അവർക്ക് വിട്ടുകൊടുക്കലാണ്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ തോക്കുള്ളൂ. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് തിരുത്താൻ ശ്രമിക്കാത്ത ആ ഒരു വ്യക്തി ലൈഫ് ലോങ് അയാളുടെ ജീവിതത്തിൽ ആൾ തോറ്റുകൊണ്ടേയിരിക്കും.